السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب ബഹുമാനാദരവുകൾ നിറഞ്ഞ എന്റെ മുന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ദേശത്ത് ശ്രമിക്കുന്ന മക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ മുമ്പിൽ നിന്നിരിക്കുന്നത് ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഏതാനും ചില ചരിത്രങ്ങൾ പറയുവാനാണ്. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ പ്രപഞ്ചലോക സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ 313 മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. 25 പ്രവാചകന്മാരുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു അസ്മി എന്ന അത്യുന്നത പദവിയുള്ള 5 പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനന സമയം താനാണ് ദൈവമെന്ന് വാദിച്ചുകൊണ്ട് ലോകം ഭരിച്ചിരുന്ന ഫിർഔനിന്റെ കാലഘട്ടത്തിലാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം ഉണ്ടാവുന്നത്. ഒരിക്കൽ ഫിർഔൻ ഇസ്രായേലി വംശത്തിൽ ഒരു ആൺകുട്ടി ജനിക്കാൻ പോകുന്നുവെന്നും ആ ഒരു കുട്ടിക്കാരൻ തന്റെ അധികാരം എടുത്തു കളയുമെന്നും സ്വപ്നം കാണുകയും ഇസ്രായേലിൽ ജനിപ്പിച്ച ആൺകുട്ടികളെ വധിക്കാൻ വേണ്ടി ഫിർഔൻ ഉത്തരവിറക്കുകയുമാണ്. വധിക്കണമെന്നാൾ ചെയ്ത ഫറോ പ്രഖ്യാപിച്ചതിന്റെ ആ ഒരു സമയകാലഘട്ടത്തിലാണ് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനന സമയത്ത് തന്നെ ഒരു പ്രധാന പ്രത്യേകത മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. ഏതൊരു കൊല്ലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് കരയണമെന്നുള്ളത് കരഞ്ഞിരിക്കാം. എന്നാൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞില്ല എന്നുള്ളതായിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. എന്നാൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി കാത്തിരുന്ന ഫിർഔനിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളരെ സൗകര്യമായി വളർന്നു പോവുകയാണ്. അങ്ങനെ യുവാവായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രത്യേകതയാണ് ഖുർആനിൽ
ഏറ്റവും കൂടുതൽ പറയപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിത്യവും ദുആ ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ഈ നിത്യം തുടർച്ചയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ മഅനി ജലീസൻ ഫിൽ ജന്ന. അല്ലാഹുവേ എന്റെ കൂടെ ഞാൻ സ്വർഗ്ഗത്തിലാണല്ലോ. അങ്ങനെയെങ്കിൽ എന്റെ ഒപ്പം സ്വർഗ്ഗത്തിലുണ്ടായിരിക്കുന്ന എന്റെ കൂട്ടുകാരൻ ഈ ഭൂമിലോകത്തുണ്ടെങ്കിൽ അവനെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് കഴിയുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തിക്കുള്ള പ്രത്യേകതകളും ആ വ്യക്തിയുടെ സർവ്വജ്ഞാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതാ തന്റെ സ്വർഗ്ഗത്തിലെ സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ കുറെ യാത്ര ചെയ്തതിനൊടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാള പ്രകാരം ഒരു ഇറച്ചിവെട്ടുകാരനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുകൊടുക്കുകയാണ്. ദിവസം രാവിലെ തന്റെ കടയിലേക്ക് വന്ന് ആളുകൾക്ക് ഇറച്ചി വെട്ടിക്കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു കശാപ്പുകാരനാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പോയി കണ്ടു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പദവി ലഭിക്കാൻ കാരണമെന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് കൂടെ ഒരു ദിവസം താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് ആ മനുഷ്യനോട് പോയി ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം താമസിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അത് ആ മനുഷ്യൻ കട കൂട്ടിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറെ ദൂരം നടന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ മനുഷ്യൻ കൂടി ആ മനുഷ്യന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ മനുഷ്യൻ പുറത്തെത്തുകയാണ്. എന്നിട്ട് തന്റെ വീടിന്റെ ആദ്യത്തിലേക്ക് കയറിച്ചെന്നുകൊണ്ട് ഒരു പെട്ടി എടുത്തു കൊണ്ടുവരികയാണ്. ആ പെട്ടി എടുത്തു കൊണ്ടുവന്നിട്ട് മുറ്റത്ത് വെച്ചുകൊണ്ട് ആ പെട്ടി തുറക്കുകയാണ്. അന്നേരം സുബ്ഹാനല്ലാഹ് ഈ ഒരു വ്യക്തിയുടെ പിതാവാണ് ആ പെട്ടിക്കുള്ളിൽ. അങ്ങനെ ആ പെട്ടിക്കുള്ളിൽ ആ പിതാവിനെ ഇദ്ദേഹം എടുത്തുകൊണ്ട് കുളിപ്പിക്കുകയും വൃത്തിയാക്കുകയും നല്ല വസ്ത്രം ധരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ പിതാവിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി കിടത്തുകയാണ്. അതിനുശേഷം അതാ മറ്റൊരു പെട്ടിയുമായി ആ മനുഷ്യനതാ പുറത്തേക്ക് വരികയാണ്. അതിനകത്ത് കാഷ്ടവും ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അതാരോ പ്രിയമുള്ളവരെ അതിമഹാനായ ഈ ഒരു മനുഷ്യന്റെ മാതാവാണ്. അങ്ങനെ ആ മാതാവിന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയ ശേഷം ആ മാതാവിനെ ഒളിപ്പിച്ച് വസ്ത്രമണിയിച്ച ശേഷം ഈ ഒരു മനുഷ്യൻ അകത്തേക്ക് കൊണ്ടുപോയി കിടക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ് മഹാനവർകളെ നിങ്ങൾ ഈ കളിക്കുന്നത് എന്റെ പിതാവും എന്റെ മാതാവുമാണ്. അവർക്ക് വല്ലാത്തൊരു മാരകവും ബാധിച്ചുകൊണ്ട് വളരെ ക്ഷീണിതനായിക്കൊണ്ട് വളരെ അവസരമായിക്കൊണ്ട് കിടക്കുകയാണ്. ഞാൻ രാവിലെ ദിവസവും പോകുമ്പോൾ ഇവരെ പെട്ടിയിലാക്കിയിട്ടാണ് പോകാറുള്ളത്. കാരണം എന്തെന്നറിയുമോ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് വല്ല മൃഗങ്ങളും അവരെ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം അവരുടെ വസ്ത്രങ്ങളും അവരുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയതിനു ശേഷം ഇവരെ ഇങ്ങനെ കിടത്തിറക്കാനാണ് പതിവ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യൻ കൂടി ആ പിതാവിന്റെയും മാതാവിന്റെയും അടുത്തേക്ക് ചെന്നപ്പോൾ ആ മാതാവ് എന്തോ പറയുകയാണ്. എന്താണ് പറയുന്നത് എന്നറിയുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, മനുഷ്യ എന്റെ മകനുണ്ടല്ലോ, എന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി തരുന്ന എന്റെ മകനുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത ഒരു പദവിയുണ്ടെന്ന് അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യാറുണ്ട് എന്ന് ആ മാതാവ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളും എന്റെ മകന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യം പറയുകയാണ്. എന്താണ് ആ മാതാവ് ദുആ ചെയ്യുന്നതെന്ന് അറിയുമോ? പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ ഇജ്അൽ ജലീസൻ ഫിൽ ജന്ന. ജലീസൻ ഫിൽ ജന്നത്തി മൂസാ അലൈഹി സ്വലാം. അല്ലാഹുവേ എന്റെ മകനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുത്ത് നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടേ എന്നാണ് ആ മാതാവ് ദുആ ചെയ്യുന്നത്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ മനുഷ്യനെ വാരി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അനഗലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം. ഞാനാണ് മൂസാ അലൈഹി സ്വലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അങ്ങ് വാരി പറഞ്ഞുകൊണ്ട്
മൂസാ നബി അലൈഹിസ്സലാം എഴുതുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാതാവിനും പിതാവിനും മാത്രമല്ല വൃദ്ധയായ എതിരായ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇവിടെ ആ ഒരു മാതാവിന്റെ പ്രാർത്ഥനക്ക് പകരമായിട്ടാണ് പ്രാർത്ഥന സ്വീകരിച്ചതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് കൂടെ സ്വർഗ്ഗത്തിൽ സുഹൃത്തായിരിക്കാനുള്ള ഭാഗ്യം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമ്മുടെ വലിയവരെയും നമ്മുടെ മാതാപിതാക്കളെയും